ദീർഘകാലമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു. കഴിഞ്ഞ 4-5 വർഷക്കാലം പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഇല്ലായിരുന്നു, പൊതുരംഗത്തുണ്ടായിരുന്നു. ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്നു ചെല്ലാൻ കഴിയാത്ത മനോഭാവം, മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട്. കാര്യത്തിലേക്ക് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനെ ചതിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ. ആ സാഹചര്യത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്തുകൊണ്ട് എന്നുള്ള നിലയിലും വരാം. ഏരിയ സമ്മേളനങ്ങളിൽ പോലും രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു, വിമുഖത കാണിച്ചു എന്നുള്ള വാചകം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും സമ്മേളനങ്ങളിൽ ഇന്നുവരെ ഉയർത്തിയിട്ടില്ല. നാളെ ഒരുപക്ഷെ ചെയ്യിക്കാം. ഒറ്റയ്ക്കല്ല, കുറേ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത്, പ്ലാന്റേഷൻ മേഖലയാകട്ടെ, ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ, പരിഹരിക്കുവാനുള്ള ഒരു ശേഷി, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യം എന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് BJPയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുകയും ഉറപ്പ് നൽകുകയും രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവും എന്ന് പറയുന്നതിൻ്റെ ഭാഗമായും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത്. ഇനി ഇന്നത്തെ വികസന കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായും സർക്കാരിൻ്റെ ഇടപെടലിലൂടെയും ഇന്ന് ചെയ്യാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിൻ്റെ, പ്രധാനമന്ത്രി ശ്രീ മോഡിയുടെ ഇടപെടൽ, വികസന മറ്റു കാര്യങ്ങളിലേക്ക് ആരെയും ബോധ്യപ്പെടുത്തുവാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുവാൻ ഇത്രയും കാല രാഷ്ട്രീയ അനുഭവങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവ സാഹചര്യങ്ങൾ വെച്ച് നേടുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്